ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് ചക്ക പറിക്കാനാണ് പോകുന്നത്. ഈ ചക്ക പറിക്കാൻ പോകുന്ന സമയത്ത് എന്നെ പോവാൻ വിടാതെ ഒരാളിങ്ങനെ എന്നെ തടസ്സപ്പെടുത്തുന്നു. അയാൾ നമ്മളെ പൂച്ച കുഞ്ഞാണ്. ഇവൻ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കും. എപ്പോഴും നടക്കാനേ സമ്മതിക്കില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ മീതെ ഇടിച്ചിട്ട് തെന്നി വീഴാനും ചാൻസ് ഉണ്ട്. ഭയങ്കര കുരുത്തക്കേടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചക്ക ഒന്ന് മുറിക്കാൻ കാരണം നമ്മൾ ഈ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞായറാഴ്ച അടുക്കള കൃഷിയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അന്നാണ് ചെയ്യാറുള്ളത്. ആഴ്ചയ്ക്ക് ഒരു ദിവസം, കാരണം അന്നാണ് എൻ്റെ ഹസ്ബൻഡ് ലീവും കിട്ടാറുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച നമ്മൾ മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച അത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തടമെടുക്കുമ്പോൾ ഈ ചക്കയിലെ ഇങ്ങോട്ട് ബാ നല്ലോണം പഴുത്ത് നമ്മൾ വിൽക്കുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അത്രയും മണമാണ്. അപ്പം നമുക്ക് മനസ്സിലായി ചക്ക പഴുത്തെന്ന്. എല്ലാ സ്ഥലത്തും ചക്ക സീസണ് തീരാനാകുമ്പോഴാണ് ഇവിടെ പിടിക്കാൻ തുടങ്ങുന്നത്, മഴ സമയത്ത്. എന്നാലും നല്ല രീതിയിലും പിടിക്കും. നല്ല രുചിയുള്ള ഒരു ചക്ക കൂടിയാണ് ഇത് വരിക്കച്ചക്കയാണ്. പിന്നെ ഇതിൻ്റെ ഇനം പേര് അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ വാങ്ങിച്ച് നട്ട് പിടിപ്പിച്ച ഒരു തൈയും കൂടിയാണ്. നല്ല രുചിയാണ്. നല്ലോണം പഴുത്തും കിട്ടിയില്ല. അതേപോലെ കളറും കുറവാണ്. നല്ല മധുരവും ഉണ്ട്, ആവശ്യത്തിന് മധുരം ഉണ്ടാവും. നല്ല രുചിയാണ്. ഇതിന് എപ്പോഴും നമ്മളെ ചുറ്റുപാടും ഫ്രണ്ട്സിൻ്റെ സർക്കിളിലും ഇതിന് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ചക്കയും കൂടിയാണ്. നേരത്തെ ബുക്കിംഗ് ആക്കിയിട്ട് വെക്കും, എനിക്ക് വേണം പറഞ്ഞിട്ട്. ചക്കയുടെ മുള്ള അടുത്തടുത്തുണ്ടെങ്കിൽ അത് മൂത്തിട്ടില്ല എന്നർത്ഥം. ദൂരെ വേണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലോണം മൂത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ചക്ക പഴുത്തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പോകുമ്പോൾ തന്നെ നല്ല മണം വരും. അപ്പോൾ തന്നെ ചക്ക പഴുത്തും നമുക്ക് മനസ്സിലാക്കാം. ഈ പഴങ്ങളെല്ലാം പഴുക്കുന്നത് ഫസ്റ്റ് പക്ഷികൾക്കാണ് മനസ്സിലാകുന്നത്. നമുക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത്. അത്രയും അത് പഴുക്കുന്ന മുമ്പ് തന്നെ റെഡിയാവാൻ ആ പരുവത്തിൽ തന്നെ കൊത്തി വെക്കും. അങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെല്ലെ ബാക്കിയൊക്കെ പറിച്ചെടുക്കാമെന്ന്. രാവിലെയൊക്കെ നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിനൊന്നുമില്ല. മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. മഞ്ഞളിൽ ഞാൻ നേരത്തെ എപ്പോഴും ഏപ്രിൽ ആ സമയത്ത് മെയ് ഫസ്റ്റിലേക്ക് നടാൻ തുടങ്ങും. ഈ പ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. കുറച്ചല്ല, കുറേ തന്നെ വൈകിപ്പോയി. അപ്പോൾ ഈ ചക്ക നല്ല വെയിറ്റാണ്, തോട്ടിയും വെയിറ്റാണ്. എങ്ങനെയോ കഷ്ടപ്പെട്ട് നമ്മൾ ഇതിനെ പറിച്ചു. അപ്പോൾ ആ ചക്ക മറ്റേ ചക്കനെ കൂടി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് മൂപ്പൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എന്തോ ചക്കക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഇതാണ് കൂടെ വന്ന ചക്ക. ശരിക്കും നമ്മൾ പറിക്കാൻ ഉദ്ദേശിച്ച ചക്ക അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പൊട്ടിക്കിടന്നപ്പോൾ ഇതിനായിരിക്കും പൊട്ടിയതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് പൊട്ടിയത് വീഴുന്നതിൽ. ഇതാണ് നമ്മൾ പറിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് കൂട്ടും പിടിച്ചിട്ടാണ് മറ്റതിനെ മൂക്കാത്ത ഒരു ചക്കിനെയും കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫുള്ളും നിറച്ചും പഴുത്ത ചക്കകളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം പറിക്കാൻ നിന്ന് വിചാരിച്ചു. ശരിക്കും ചക്കയ്ക്ക് ഇവിടെ വിലയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടിച്ചക്ക വെക്കില്ലേ, തോരണ, ആ സമയത്ത് തന്നെ മരത്തിൽ പിടിക്കുമ്പോൾ ഈ വിൽപ്പനക്കാർ വന്നിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ആ മരത്തോട് അവർ അതിലുള്ള എണ്ണം എല്ലാം കണക്കാക്കിയിട്ട് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോകും. നമ്മൾ പിന്നെ അതിൽ ഒരു സാധനം പറിക്കാൻ പാടില്ല. കരി വെക്കാൻ ഇടിച്ചക്ക പോലും പറിക്കാൻ പാടില്ല. അവർ ഇടിച്ചക്ക പിന്നെ പഴുത്തത് എല്ലാം കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞിട്ട് വിളവെടുത്ത ശേഷം നമ്മൾ തിരിച്ചും മരത്തിനെ നമുക്ക് തരും. അതിൽ അടുത്ത വർഷം പിടിച്ച ശേഷം നമുക്ക് മരത്തോട് അവർക്ക് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ് വർഷം നമുക്ക് മരത്തോട് തന്നെ വിലപേശി അവർ വാങ്ങിക്കും. അങ്ങനെയാണ് പതിവ്. നല്ല വിലയുമാണ് അവിടെ ചക്ക. ഉറച്ചോളയ്ക്ക് തന്നെ നല്ല വിലയുണ്ട്. ഞാൻ വിശദമായിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ശരിക്കും എല്ലാ വീട്ടിലും ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ. ഈ ചക്ക വിളവെടുക്കുന്ന സമയത്ത് തന്നെ ചക്കക്കുരു കിട്ടും. ആ സമയം മുരിങ്ങക്ക, മാങ്ങ എല്ലാം തന്നെ ഒരുമിച്ച് സീസണാണ് വരാറുള്ളത് ആ സമയത്ത്. അപ്പോൾ ഈ മൂന്നും കൂടിയുള്ള കറികൾക്ക് ഭയങ്കര എല്ലാ വീട്ടിലും തന്നെ വെക്കുന്നുണ്ടായിരുന്ന ഒരു സമയങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ. എന്നാലും ചക്ക എല്ലാവരും ഉപയോഗിക്കുന്നു കറക്റ്റായിട്ട്. എത്ര വീട്ടിൽ ഇത് വെറുതെ പോകുന്നെന്ന് എനിക്കറിയില്ല.
പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് നല്ല വിലയുമുണ്ട്. അതേപോലെ നമ്മൾ ഇരിക്കുന്ന ഏരിയ അനുസരിച്ചായിരിക്കും ഓരോന്നിനും ഡിമാൻഡും അല്ലേ. പക്ഷെ ഈ ചക്ക നമ്മൾ സാധാരണമായിട്ട് കണക്കാക്കാൻ പാടില്ല. ശരിക്കും പഴുത്ത ചക്ക നല്ല മധുരമുള്ളതും വളരെ രുചികരവുമാണ്. അതുപോലെ ഈ പച്ചച്ചക്ക ഉപയോഗിച്ച് നമ്മൾ കറികൾ, തോരന്, ചിപ്സ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല രുചിയാണ്. എനിക്കിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ പകുതിയായിട്ട് കിട്ടുന്നില്ലേ, ആ ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുക്കും, ആ കുറുവൊന്നും ഇല്ലാതെ ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ പതിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡിനും കൊതി വന്നു. അപ്പോൾ ഹസ്ബൻഡും ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഇപ്പോഴാണ് ചെറിയതായിട്ട് വരുന്നത്. പണ്ടൊക്കെ നല്ല നീളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ അറിയില്ല, കുറച്ച് ചെറുതായിപ്പോയി ചക്ക. നല്ല നീളത്തിൽ നല്ല രുചി ഒന്നും മാറിയിട്ടില്ല. പക്ഷേ മഴ സമയത്ത് മാത്രം മധുരം കുറച്ചും കൂടി കുറയും. അല്ലാതെ പക്ഷം നല്ല രുചിയാണ് ഈ ചക്കക്ക്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കുറച്ചും കൂടി പഴുത്തത് നോക്കി പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ ചക്ക പറിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചക്ക പറിക്കാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പോയി. നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഞാനിങ്ങനെ പറിക്കാനുള്ള സ്ഥലം ഇങ്ങോട്ടാണ്. നോക്കുമ്പോൾ ഇങ്ങോട്ട് ജോലി നടന്നുകൊണ്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ ഇങ്ങോട്ട് പറിക്കുന്നു വിചാരിച്ചിട്ട് നോക്കിയിട്ട് ആ തോട്ടി പോകുന്ന ഭാഗത്ത് തന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആ കാഴ്ച കണ്ടോളൂ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കണ്ണ് രക്ഷപ്പെട്ടെന്ന് പറയാം. ഞാൻ വിചാരിച്ച് ചക്ക പറിക്കുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ആ ഉണങ്ങിയ കമ്പനിയെ കുടിച്ചിട്ടു. ഭാഗ്യത്തിന് കണ്ണ് രക്ഷപ്പെട്ടെന്ന് പറയാം. ജോലികൾ ചെയ്യുന്ന ആളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അവരും ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോ എടുക്കുന്നത്, അങ്ങനെ നോക്കി നിൽക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞിട്ട് അവരെയും ശ്രദ്ധിക്കണം നമ്മൾ. ഇങ്ങനെയാണ് അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇത് കുറച്ച് കയ്യിൽ തന്നെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തോട്ടി നല്ല വെയിറ്റ്. പിന്നെ ഒന്ന് പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വീഴും. പിന്നെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ കയറിയിട്ട് തന്നെ പറിക്കാനെന്ന്. ചെറുപ്പകാലത്ത് പഠിച്ചതല്ല, മരം കയറാൻ പഠിച്ചതല്ല ഇപ്പോൾ ഉപയോഗപ്പെടുന്നു. ഇപ്പോഴത്തെ ഈ ചക്കക്കെല്ലാം എന്തോ കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഒന്ന് പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വീഴുന്നു. അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ഒന്നൊന്നായിട്ട് പോയി. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് പതുക്കെ പറിച്ചെടുത്തു നമ്മൾ. ഈ ചക്ക ഇനി മഴ സമയമാകുമ്പോൾ അതിൻ്റെ കാമ്പ് ഇങ്ങനെ കുറച്ച് ചീഞ്ഞു പോകും. ചീഞ്ഞിട്ട് വീഴാൻ തുടങ്ങും. അതുകൊണ്ടാണ് നല്ലോണം വെയിറ്റുള്ളത് നല്ല പഴുത്തതൊക്കെ നോക്കിയിട്ട് പറിച്ചെടുക്കുന്നത് ഇപ്പം തന്നെ. അല്ലെങ്കിൽ ആർക്കും കൊടുക്കാനും പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം വേസ്റ്റായിട്ട് വെറുതെ കളയേണ്ടി വരും. കേരളത്തിൽ പിന്നെ ചക്കകളില്ലാതെ വീടുകൾ കുറവാണെന്ന് അറിയാം. എന്നാലും ഇതിൻ്റെ പോഷക മൂലങ്ങളും അറിയുന്നുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ പൊട്ടാഷ്യം ഉണ്ട്. അതുകൊണ്ട് ഹൃദയരോഗത്തിനും നല്ലതാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജം ഇത് നൽകുന്നു. അതുപോലെ ഈ ചക്കക്കുരു, അതിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഉണ്ട്. നമ്മുടെ വീട്ടുവളപ്പിൽ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു മരമാണ് ഈ ചക്ക. ഒരു മരം തന്നെ വർഷം തോറും ധാരാളം ഫലങ്ങൾ നമുക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലിത് തീർച്ചയായിട്ടും ഇല്ലാത്തവർ ഇനിയെങ്കിലും ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ ചക്കം തന്നെ പറിച്ചെടുത്തിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്ര സമയം എൻ്റെ വീഡിയോ നോക്കിയ എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം കൂടി മറക്കാതെ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. അപ്പോഴാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടെങ്കിൽ തിരുത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഇത്ര നമുക്ക് ചക്കയും കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് പങ്കുവെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നമ്മളിവിടുന്ന് മാറ്റുന്നുണ്ട്. ഇനിയും കുറച്ച് കിടപ്പുണ്ട്. അതൊക്കെ വിളവെടുക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക്